ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 51ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യൻ ജോഗ്രഫീനെ കുറിച്ചായിരുന്നു. ഇന്ത്യൻ ജോഗ്രഫിയിലെ നദികളെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. അതിൻ്റെ അകത്ത് നമ്മൾ ഹിമാലയൻ റിവേഴ്സും അതേപോലെ തന്നെ പെനിൻസുലാർ റിവേഴ്സും അതിൻ്റെ ട്രിബ്യൂട്ടറീസും ഏറ്റവും കൂടുതൽ PSC എക്സാമുകളിൽ ചോദിച്ച ചോദ്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ ക്ലാസ് കാണാനായിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൻ്റെയും കഴിഞ്ഞ ക്ലാസ്സിൻ്റെയും എല്ലാം PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. എല്ലാ ദിവസത്തെ ക്ലാസ് കഴിയുമ്പോഴും അതിൻ്റെ അകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും നടക്കുന്നതും നമ്മുടെ ടെലഗ്രാമിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും താഴെയുള്ള ലിങ്കിൽ കയറി നമ്മുടെ ടെലഗ്രാമിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രധാനപ്പെട്ട തടാകങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തടാകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും PSC എക്സാമിൽ ഈ പറയുന്ന തടാകങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മളിന്ന് തടാകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. തടാകങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് പറയുന്ന പേരാണ് ലിംനോളജി. ഒത്തിരി എക്സാമുകളിൽ PSCയുടെ ചോദിച്ചേക്കുന്നതാണ് തടാകങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നതുള്ളത്. അത് ലിംനോളജി എന്ന പേരിലാണ് തടാകങ്ങളെക്കുറിച്ചുള്ള പഠനം ലിംനോളജി. ലോക തണ്ണീർത്തട ദിനം ഒത്തിരി തവണ ചോദിച്ച മറ്റൊരു ഡേറ്റ് ആണ് ഈ പറയുന്ന ഫെബ്രുവരി 2. അതാണ് ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ വേൾഡ് വെറ്റ്ലാൻഡ് ഡേ എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ വെറ്റ്ലാൻഡ് ഡേ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരി 2. 2025 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. ഇതായിരുന്നു 2025 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. അതായത് പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. ഒന്ന് ഓർത്തു വച്ചോ, ചിലപ്പോൾ ഈ പ്രമേയങ്ങളൊക്കെ എന്താണ് PSC ഇപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് 2025 വേൾഡ് വെറ്റ്ലാൻഡ് ഡേയുടെ പ്രമേയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. അതായത് എന്താണ് അതിൻ്റെ മലയാളം എന്ന് ചോദിച്ചാൽ നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. ഇതൊന്ന് ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർണമായ വിനിയോഗത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി. ഓക്കെ. അപ്പോൾ തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർണമായ വിനിയോഗത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് എന്തെന്ന് പറയുന്നത്? റംസാർ ഉടമ്പടി. റംസാർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്നാന്നുള്ളത് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. 1971 ഫെബ്രുവരി 2 റംസാർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം. ഓക്കെ. 1971 ഫെബ്രുവരി 2. റംസാർ കൺവെൻഷനിലെ കരട് നിലവിൽ വന്ന വർഷം എന്നാന്ന് ചോദിച്ചാൽ അത് 1975 ഓർത്തു വയ്ക്കുക. ഓക്കെ. അപ്പോൾ റംസാർ കൺവെൻഷനിലെ കരട് നിലവിൽ വന്ന വർഷമാണ് 1975. ഇന്ത്യയിലെ റംസാർ കേന്ദ്രങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് 89 ഓർത്തു വയ്ക്കുക. 75 ആയിരുന്നു, പക്ഷെ ഇപ്പോൾ 2025 ഫെബ്രുവരിയിലെ കണക്ക് പ്രകാരം 89 റംസാർ സൈറ്റുകളാണ് ഇന്ന് നിലവിലുള്ളത്. ഓക്കെ. അപ്പോൾ ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 89 തന്നെ എഴുതി വയ്ക്കുക. ഇനി എങ്ങാനും ഓപ്ഷനിൽ 89 ഇല്ലെങ്കിൽ 75 ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. ഓക്കെ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ സുന്ദർബൻസ്, പശ്ചിമ ബംഗാൾ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? സുന്ദർബൻസ് ആണ്, പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ രേണുക തടാകം, ഹിമാചൽ പ്രദേശ് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ഏറ്റവും ചെറിയത് റംസാർ സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ രേണുക തടാകം, ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ അത് സുന്ദർബൻസ് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ റംസാർ സൈറ്റുകളാണ് ചിൽക്ക തടാകം, ഒഡീഷ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ
ഇന്ത്യയിലെ ആദ്യത്തെ റംസാർ സൈറ്റ് ഏതൊക്കെയാ? ചിൽക്ക തടാകം ഒഡീഷ, കിയോലാഡിയോ ദേശീയോദ്യാനം രാജസ്ഥാൻ. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഓർത്തു വെച്ചോ. ഒന്ന് ചിൽക്ക തടാകമാണ് റംസാർ സൈറ്റിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ, മറ്റൊന്നാണ് കിയോലാഡിയോ ദേശീയോദ്യാനം. അതെവിടെയാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ്. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. തമിഴ്നാടിനാണ് ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ളത്. ഇതാണ് റംസാർ സൈറ്റുകളുടെ ഓരോ സംസ്ഥാനങ്ങളുടെയും റംസാർ സൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിലവിലെ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണ്. 16ഓളം റംസാർ സൈറ്റുകളാണ് നിലവിലുള്ളത്. നമ്മുടെ കേരളത്തിലെ റംസാർ സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, അഷ്ടമുടി, അതേപോലെ ശാസ്താംകോട്ട, വേമ്പനാട്ട് കായൽ. ഇത് മൂന്നും ഒന്ന് ഓർത്തു വെച്ചോ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി തവണ ചോദിക്കാറുമുണ്ട് കേരളത്തിലെ റംസാർ സൈറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അത് ഒന്ന് അഷ്ടമുടിയാണ്, 2 ശാസ്താംകോട്ട, 3 വേമ്പനാട്ട് ലേക്ക്. ഓക്കെ, തമിഴ്നാട്ടിൽ വരുന്നതാണ് ഇത്. ഇത്രയും വരുന്ന ഏകദേശം 16ഓളം വരുന്ന റംസാർ സൈറ്റുകളാണ് നിലവിൽ തമിഴ്നാട്ടിലുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണെന്നുള്ളതും. കേരളത്തിലെ റംസാർ സൈറ്റുകളാണ് 3 അഷ്ടമുടി, അതേപോലെ തന്നെ ശാസ്താംകോട്ട, അതേപോലെ തന്നെ വേമ്പനാട്ട്. ഓക്കെ, അപ്പോൾ ഈ മൂന്നും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇതാണ് ഓരോ സംസ്ഥാനങ്ങളും അവിടുത്തെ റംസാർ സൈറ്റുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ടോട്ടൽ എത്ര റംസാർ സൈറ്റുകളാണ് ഇന്ന് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 89 റംസാർ സൈറ്റുകളാണ് ഇവിടെ നമ്മുടെ ഇന്ത്യയിലുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും എന്താണ് വിവേകപൂർണമായ വിനിയോഗത്തിനും അത് അന്താരാഷ്ട്ര തലത്തിൽ അത് എന്താണ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വന്ന ഒരു ഉടമ്പടിയാണ് ഈ പറയുന്ന റംസാർ ഉടമ്പടി എന്ന് പറയുന്നത്. 71 ഫെബ്രുവരി 2 ഓർത്തു വയ്ക്കുക. അപ്പോൾ വേൾഡ് വെറ്റ്ലാൻഡ് ഡേ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് വേൾഡ് വെറ്റ്ലാൻഡ് ഡേ എന്ന് പറയുന്നത്? അത് ഫെബ്രുവരി 2. എന്തായിരുന്നു 2025 പ്രമേയം എന്ന് പറയുന്നത്? പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. അതായത് എന്താണ്? നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്നതായിരുന്നു വേൾഡ് വെറ്റ്ലാൻഡ് ഡേ 2025 പ്രമേയം എന്ന് പറയുന്നത്. ഓർത്തു വെച്ചോ, ഇനി എങ്ങാനും ചോദിക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ. ഓക്കെ, ഇനി നമുക്കറിയാം നിലവിലെ തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? അതേപോലെ തന്നെ കായലുകളുടെ നാട് ഏതാണ്? അതേപോലെ തന്നെ എന്താണ് ഇങ്ങനെ ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളമാണ്. തടാകങ്ങളുടെ നാട്, അതേപോലെ തന്നെ ലഗൂണുകളുടെ നാട്, കായലുകളുടെ നാട്. ഈ 3 വിശേഷണങ്ങളും ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരളമാണ്. എന്തൊക്കെയാണ്? തടാകങ്ങളുടെ നാട്, ലഗൂണുകളുടെ നാട്, കായലുകളുടെ നാട്. ഇവയെല്ലാം ഏതാണ്? കേരളമാണ്. തടാകങ്ങളുടെയും പർവ്വതങ്ങളുടെയും നാട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണെന്ന് ചോദിച്ചാൽ അത് മാസിഡോണിയ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. തടാകങ്ങളുടെയും പർവ്വതങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന രാജ്യം ചോദിച്ചാൽ അത് മാസിഡോണിയ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസ് ആയിട്ട് ഈ പറയുന്ന തണ്ണീർത്തടങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ തടാകങ്ങളുടെ സ്റ്റാർട്ടിങ്ങിലും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ തടാകങ്ങളെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ലിംനോളജി എന്ന പേരിലാണ് തടാകങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ലോക തണ്ണീർത്തട ദിനം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഫെബ്രുവരി 2. അതേപോലെ തന്നെ റംസാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം ചോദിച്ചാൽ 71 ഫെബ്രുവരി 2. കൺവെൻഷനിലെ കരട് നിലവിൽ വന്നത് 75. ടോട്ടൽ റംസാർ സൈറ്റ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 89 സൈറ്റാണ് നിലവിൽ ഇന്ന് ഇന്ത്യയിലുള്ളത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഏറ്റവും വലുതാണ് സുന്ദർബൻസും, ഏറ്റവും ചെറുത് രേണുക തടാകം ഹിമാചൽ പ്രദേശാണ്. അതേപോലെ ആദ്യം വന്നതാണ് ചിൽക്കയും കിയോലാഡിയ ദേശീയോദ്യാനം രാജസ്ഥാനാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് തമിഴ്നാടാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, എപ്പോഴും വരുന്ന ഒരു കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചിൽക്ക തടാകം ഒഡീഷയാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഈ ഒരു ഭാഗത്ത് നിന്നും ചോദിക്കാറുള്ള ബേസ് ലെവൽ ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ചിൽക്ക തടാകമാണ്, ഒഡീഷ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വം കൂടുതലുള്ള തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അത് സാമ്പാർ തടാകമാണ്. അപ്പോൾ സാമ്പാറിലാണ് ഉപ്പ് കൂടുതൽ എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ലവണത്വം ഏറ്റവും കൂടിയ തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അത് സാമ്പാർ തടാകമാണ്, രാജസ്ഥാൻ എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ഓരോന്നും പഠിക്കാം. അതായത് ഇപ്പം നമുക്ക് ഈ കാണുന്ന ഈ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ലേക്സിനെ കുറിച്ചും നമുക്ക് ഇതിൻ്റെ അകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാർജസ്റ്റ് ലേക്ക് മുതൽ എന്താണ്
ഏറ്റവും സ്മോളസ്റ്റ് ലേക്ക് വരെ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് നിലവിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ നമുക്ക് നിലവിൽ നമ്മുടെ എന്താണ് ലേക്സിനെ നമുക്കൊരു എന്താണ് 5ആയിട്ട് തരംതിരിക്കാം. അതായത് ഫ്രഷ് വാട്ടർ ലേക്ക്, ഓക്സ്ബോ ലേക്ക്, സാൾട്ട് വാട്ടർ ലേക്ക്, അതേപോലെ തന്നെ ക്രേറ്റർ ലേക്ക് ആൻഡ് മാൻമെയ്ഡ് ലേക്ക്. അങ്ങനെ 5 ടൈപ്പ് ഓഫ് ലേക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ അകത്ത് ഈ കാണുന്നതൊക്കെയാണ് ഓരോ സ്ഥലത്തെയും ലേക്കായിട്ട് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ചെറിയ ഒരു ബ്ലൂ ഷെയ്ഡിലായിട്ട് വന്നിരിക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേക്ക്. അത് വൂളാർ ലേക്ക്, ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക്. സാമ്പാർ ലേക്ക് നമ്മൾ പറഞ്ഞു, അതാണ് ലാർജസ്റ്റ് സാൾട്ട് വാട്ടർ ലേക്ക്. ഏതാണെന്ന് ചോദിച്ചാൽ അത് സാമ്പാർ ലേക്കാണ് ലാർജസ്റ്റ് സാൾട്ട് വാട്ടർ ലേക്ക്. വൂളാർ ലേക്ക് എന്ന് വെച്ചാൽ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ് വൂളാർ. അതേപോലെ തന്നെ ലൂണാർ ലേക്കാണ് നാഷണൽ ജിയോ ഹെറിറ്റേജ് മോണുമെന്റിൽ ഇടം പിടിച്ചതാണ് ലൂണാർ ലേക്ക്. വേമ്പനാട്ടാണ് ലാർജസ്റ്റ് ലേക്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചിൽക്ക ലേക്ക് ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ ലേക്കാണ് ഏതെന്ന് പറയുന്നത് ചിൽക്ക ലേക്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചൊലമാവു ലേക്ക്, അതാണ് ഹയ്യസ്റ്റ് ലേക്കാണ് ഏതെന്ന് പറയുന്നത് ചോലമാവു ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഓരോന്നും ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞ് സെറ്റാക്കി പോവാം. അതേപോലെ തന്നെ ഓരോ ലേക്കും എവിടെയൊക്കെയാണ് എന്നുള്ളതും ഓർത്ത് വയ്ക്കണം. ഈ പറയുന്ന ഒഡീഷയിൽ വരുന്ന ചിൽക്ക ലേക്ക് ഒത്തിരി തവണ ചോദിച്ചേക്കണയാണ്. ഈ പറയുന്ന ചിൽക്ക ലേക്ക് എവിടെയാണെന്നുള്ളത്, എവിടെയാണ്? ഒഡീഷയിലാണ്. അതേപോലെ തന്നെ ചോദിച്ചേക്കണതാണ് നമ്മുടെ ദാൽ ലേക്ക്. നമുക്കറിയാം ജമ്മു ആൻഡ് കാശ്മീരിലെയാണ് ദാൽ ലേക്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മാനസാർ ലേക്കും വൂളാർ ലേക്കും എവിടെയാണെന്ന് ചോദിച്ചാൽ ജമ്മു ആൻഡ് കാശ്മീർ ഇവിടെയാണ്. അതേപോലെ തന്നെ പിന്നെ വരുന്നത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ലേക്കാണ് രാജസ്ഥാനിലുള്ള സാമ്പാർ ലേക്ക്. ഓക്കെ, അപ്പോൾ സാമ്പാർ ലേക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണെന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ പിന്നെ വരുന്നതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ ലേക്ക് അഷ്ടമുടി, കുട്ടനാട്, വേമ്പനാട്, ശാസ്താംകോട്ട. ഇത്രയും ജസ്റ്റ് ഒന്ന് വയ്ക്കുക. അതേപോലെ തന്നെ പിന്നെ വരുന്നത് ആന്ധ്രാപ്രദേശിലെ പുലിക്കാട്ട് ലേക്കും കൊല്ലേരു ലേക്കും ചോദിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പോൾ അതും ഒന്ന് ഓർത്ത് വയ്ക്കുക. അതായത് പുലിക്കാട്ട് ലേക്കും കൊല്ലേരു ലേക്കും എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രാപ്രദേശിലാണെന്നുള്ളത് ഓർത്ത് വെക്കുക. മേഘാലയയിലെ ഉമിയം വല്ലപ്പോഴും ചോദിക്കാറുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യം. അപ്പോൾ എവിടെയാണ്? മേഘാലയയിലാണ് ഏത്? ഉമിയം ലേക്ക്. ബീഹാറിലെ കൻവർ ലേക്ക് നമുക്ക് പഠിക്കാനുണ്ട്, ചോദിക്കാറുണ്ട് ഇടയ്ക്ക്. അതേപോലെ തന്നെ ഈ പറയുന്ന ഉത്തർപ്രദേശിലുള്ള ഗോവിന്ദ് വല്ലഭായ് പന്ത് സാഗർ. ഓക്കെ, ഗോവിന്ദ് വല്ലഭായ് പന്ത് സാഗർ അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തർപ്രദേശിലാണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയെങ്കിലും ജസ്റ്റ് ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എവിടെയൊക്കെയാണ് ഏത് സ്റ്റേറ്റിലാണെന്നുള്ളതെങ്കിലും ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത്രയും ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ടതൊക്കെ ഏകദേശം ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും. ഇനി നമുക്ക് ഓരോന്നും ഏതൊക്കെയാണെന്നും എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകൾ എന്തെന്നുള്ളതും നമുക്ക് പഠിക്കാം. ഓക്കെ, ഒന്നാമത്തെയാണ് ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക തടാകം. അതായത് ഇവിടെയാണ്, ഒഡീഷയിലാണ് ഏത്? ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒഡീഷയിലെ ചിൽക്ക തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്ന് പറയുന്നത്. ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മക്കളെ ഏതാണ്? ഒഡീഷയിലാണ്. ഓക്കെ, റംസാർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തടം ഏതാന്ന് ചോദിച്ചാൽ അതാണ് ചിൽക്ക തടാകം. അപ്പോൾ റംസാർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തടമാണ് ചിൽക്ക. ചെമ്മീൻ വളർത്തലിന് ഏറ്റവും പ്രശസ്തമായ തടാകം. ഓക്കെ, അപ്പോൾ ചെമ്മീൻ വളർത്തൽ അതേപോലെ തന്നെ ചിൽക്ക. ഓക്കെ, അപ്പോൾ ചെമ്മീൻ എന്നോർത്താൽ മതി. അപ്പോൾ ചെമ്മീൻ വളർത്തലിന് ഏറ്റവും പ്രശസ്തമായ തടാകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിൽക്ക തടാകമാണ്. അതേപോലെ എന്താണ് ഇവിടെ നിലവിൽ കാണുന്ന പ്രധാനപ്പെട്ട ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വീപുകളാണ്. ഒന്ന് ഹണിമൂൺ ദ്വീപ്, അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, നൽബാന ദ്വീപ്. ഓക്കെ, ഈ മൂന്നും എപ്പോഴും ചോദിക്കാറുണ്ട്. ഹണിമൂൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ചിൽക്ക തടാകത്തിലാണ് ഹണിമൂൺ ദ്വീപ്. അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, നൽബാന ദ്വീപ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിൽക്ക തടാകമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. തടാകത്തിൽ അതായത് ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി വളർത്തൽ കേന്ദ്രമാണ് നൽബാന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി വളർത്തൽ കേന്ദ്രം അറിയപ്പെടുന്നതാണ് നൽബാന. ഡെസ്റ്റിനേഷൻ ഫ്ലവേഴ്സിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ഒരേ ഒരു തടാകം. ഓക്കെ, അപ്പോൾ ഡെസ്റ്റിനേഷൻ ഫ്ലവേഴ്സിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ഒരേ ഒരു തടാകമാണ് ചിൽക്ക തടാകം. അതേപോലെ തന്നെ എന്താണ് ഇവിടെ
ചിൽക്ക തടാകത്തിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജലജീവിയാണ് ഇറാവാഡി ഡോൾഫിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചിൽക്ക തടാകത്തിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജലജീവി ഏതാണെന്ന് ചോദിച്ചാൽ ഇറാവാഡി ഡോൾഫിൻ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ലോകത്തിൽ ആദ്യമായി ഫിഷിംഗ് കാറ്റ് സെൻസസ് നടന്ന തടാകമാണ് ചിൽക്ക തടാകം. ചിൽക്ക ഡെവലപ്മെന്റ് അതോറിറ്റി ദ ഫിഷിംഗ് കാറ്റ് പ്രൊജക്റ്റും ചേർന്നാണ് ഈ ഒരു സെൻസസ് നടത്തിയത്. അതിൻ്റെ അകത്ത് 176 ഫിഷിംഗ് കാറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇവർ കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ് ലോകത്തിൽ ആദ്യമായി ഫിഷിംഗ് കാറ്റ് സെൻസസ് നടന്നു. ഏറ്റവും കൂടുതൽ ഫിഷിംഗ് കാറ്റ് ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിൽക്ക തടാകത്തിലാണ്. ഇതിനു വേണ്ടിയിട്ട് ആരാണ് ഈ സെൻസസ് നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിൽക്ക ഡെവലപ്മെന്റ് അതോറിറ്റി, അതായത് CDAയും അതേപോലെ തന്നെ ദ ഫിഷിംഗ് കാറ്റ് പ്രൊജക്റ്റും കൂടി ചേർന്നാണ് ഈ ഒരു പരിപാടി നടത്തിയതും. അതിൻ്റെ സെൻസസ് പ്രകാരം 176 ഫിഷിംഗ് കാറ്റാണ് ഇന്ന് നിലവിൽ എവിടെയുള്ളത്, ചിൽക്ക തടാകത്തിൽ ഉള്ളത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ചിൽക്ക തടാകവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക തടാകം. റംസാർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ തണ്ണീർത്തടമാണ്. അതേപോലെ തന്നെ ചെമ്മീൻ വളർത്തലിന് പ്രശസ്തമാണ്. ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വീപുകൾ നമ്മൾ പറഞ്ഞു. ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, അതേപോലെ തന്നെ നൽബാന ദ്വീപ്. തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി വളർത്തൽ കേന്ദ്രമാണ് നൽബാന എന്ന് പറയുന്നത്. ഡെസ്റ്റിനേഷൻ ഫ്ലവേഴ്സിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ഒരേ ഒരു തടാകമാണ് നമ്മുടെ ചിൽക്ക തടാകം. ചിൽക്ക തടാകത്തിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജലജീവിയാണ് ഇറാവാഡി ഡോൾഫിൻ എന്ന് പറയുന്നത്. ലോകത്തിലാദ്യമായി ഫിഷിംഗ് കാറ്റ് സെൻസസ് നടന്ന തടാകം, അതും ഏത് തന്നെയാണ്, ചിൽക്ക തടാകം. 176 ഫിഷിംഗ് കാറ്റ് ഉണ്ടെന്ന് ചിൽക്ക ഡെവലപ്മെന്റ് അതോറിറ്റിയും ദ ഫിഷിംഗ് കാറ്റ് പ്രൊജക്റ്റും കൂടി നടത്തിയ സർവേയിലാണ് ഇത് വ്യക്തമായത്. ഓക്കെ, നമുക്ക് അടുത്ത് പഠിക്കാം വൂളാർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് വൂളാർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്, നമ്മുടെ വൂളാർ തടാകമാണ്. ഒക്കെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു, കാരണം ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്, നമ്മുടെ വൂളാർ തടാകമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ടെക്ടോണിക് ആക്ടിവിറ്റിയുടെ ഫലമായി രൂപം കൊണ്ട തടാകം, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ. ടെക്ടോണിക് ആക്ടിവിറ്റിയുടെ ഫലമായി രൂപം കൊണ്ട തടാകമാണ് വൂളാർ തടാകം. വൂളാർ തടാകം സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ താഴ്വരയിലാണ്. വൂളാർ തടാകത്തെ റംസാർ സൈറ്റായി പ്രഖ്യാപിച്ച വർഷം 1990 ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ വൂളാർ തടാകത്തെ റംസാർ സൈറ്റായി പ്രഖ്യാപിച്ച വർഷമാണ് 1990. അതേപോലെ തുൽബുൾ പ്രൊജക്റ്റ് ഏത് തടാകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ തുൽബുൾ പ്രൊജക്റ്റ് വൂളാർ തടാകവുമായി ബന്ധപ്പെട്ടതാണ്. തുൽബുൾ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഓർത്തു വച്ചോ. തുൽബുൾ പ്രൊജക്റ്റ് ഏത് തടാകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏത് തടാകമാണ് മക്കളെ, വൂളാർ തടാകവുമായി ബന്ധപ്പെട്ടാണ് തുൽബുൾ പ്രൊജക്റ്റ്. അപ്പോൾ നമ്മൾ ആകെ ഒരു 6 പോയിന്റ്സ് ആണ് പഠിച്ചോളൂ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു, ടെക്ടോണിക് ആക്ടിവിറ്റിയുടെ ഫലമായി രൂപം കൊണ്ടു, അതേപോലെ കാശ്മീർ താഴ്വരയിലാണ്, ഇത് 1990 റംസാർ സൈറ്റിൽ ഇടം പിടിച്ചത്. തുൽബുൾ പ്രൊജക്റ്റ് ഏത് തടാകത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൂളാർ തടാകത്തിലാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്താണ് നമുക്ക് ദാൽ തടാകം. സഞ്ചാരികളെ ധാരാളമായി ആകർഷിക്കുന്ന ജമ്മു കാശ്മീരിലെ പ്രസിദ്ധ തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ദാൽ തടാകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സഞ്ചാരികളെ ധാരാളമായി ആകർഷിക്കുന്ന ജമ്മു കാശ്മീരിലെ പ്രസിദ്ധ തടാകം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ദാൽ തടാകം. ജുവൽ ഇൻ ദ ക്രൗൺ ഓഫ് കാശ്മീർ എന്നറിയപ്പെടുന്ന തടാകമാണ് ദാൽ തടാകം. അപ്പോൾ ജുവൽ ഇൻ ദ ക്രൗൺ ഓഫ് കാശ്മീർ എന്നറിയപ്പെടുന്നത് ഏത് തടാകമാണെന്ന് ചോദിച്ചാൽ അത് ദാൽ തടാകമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടുകൾ ഷിഖാര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ദാൽ തടാകത്തിലൂടെ ഒഴുകുന്ന ഹൗസ് ബോട്ടുകൾ അറിയപ്പെട്ടിരുന്ന പേരുകളാണ് ഷിഖാര എന്ന പേരിലാണ് ആ ബോട്ടുകൾ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച തടാകമാണ് ദാൽ തടാകം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച തടാകമാണ് ദാൽ തടാകം. പൂർണ്ണമായും വൈഫൈ കണക്ടിവിറ്റി ഉള്ള ലോകത്തിലെ ആദ്യ തടാകം, പൂർണ്ണമായും വൈഫൈ കണക്ടിവിറ്റി ഉള്ള ലോകത്തിലെ ആദ്യ തടാകമാണ് ദാൽ തടാകം. എക്കോ സെൻസിറ്റീവ് സോൺ ആയി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ തടാകമാണ് ദാൽ തടാകം. അപ്പോൾ എക്കോ സെൻസിറ്റീവ് സോണായിട്ട് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ തടാകം ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാണ്,
ദാൽ തടാകമാണ്. അപ്പോൾ എക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ തടാകമാണ് ദാൽ തടാകം. അപ്പോൾ സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു തടാകം ദാൽ തടാകമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതാണ് ലോക്തക് തടാകം എന്ന് പറയുന്നത്. വടക്ക് കിഴക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. വടക്ക് കിഴക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് തടാകം എന്ന് പറയുന്നത്. ഒഴുകുന്ന തടാകം എന്നറിയപ്പെടുന്ന തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ലോക്തക് തടാകം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലോക്തക് തടാകത്തിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിലാണ്? ലോക്തക് തടാകത്തിലാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ ഒഴുകുന്ന വാട്ടർ ഹാൻഡ്ലൂം ഹട്ട് നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും ലോക്തക് തടാകത്തിലാണ്. അതേപോലെ ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലെ മോർറിയങ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, അപ്പോൾ ലോക്തക് തടാകം എവിടെയാണ്? മണിപ്പൂരിലെ മോർറിയങ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനമായ കേബിൾ ലംജാവോ സ്ഥിതി ചെയ്യുന്ന തടാകം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. എത്ര തവണയാണ് PSC ഈ ഒരു ചോദ്യം ചോദിച്ചതെന്ന് അറിയത്തില്ല. അത്രയും തവണ മക്കളെ റിപ്പീറ്റഡ് ദ ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയ ഉദ്യാനമായ കേബിൾ ലംജാവോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിലാണെന്ന് ചോദിച്ചാൽ അത് ലോക്തക് തടാകം. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ്? മണിപ്പൂരാണ്. ലോക്തക് തടാകത്തിലെ ഒഴുകുന്ന ദ്വീപുകൾ അറിയപ്പെടുന്നതാണ് ഫുംഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോക്തക് തടാകത്തിലെ ഒഴുകുന്ന ദ്വീപുകൾ അറിയപ്പെടുന്നതാണ് ഫുംഡീസ്. ഓക്കെ, ഫുംഡീസ് എന്നറിയപ്പെടുന്നത് ലോക്തക് തടാകത്തിലെ ഒഴുകുന്ന ദ്വീപുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫുംഡീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൃത്താകൃതിയിലുള്ള ഈ ഭൂപ്രദേശങ്ങൾ സസ്യങ്ങൾ, മണ്ണ്, ജൈവവസ്തുക്കൾ എന്നിവയിൽ നിർമ്മിതമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് അടുത്തത് ചൊലമാവു എന്ന് പറയുന്നത്. സിക്കിമിലാണ്. 18,000 ഫീറ്റ് ആണ് അതിൻ്റെ ഉയരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 5486 അടിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമായ ചൊലമാവു. ഓക്കെ, ഇനി ചൊലമാവു മഹാരാഷ്ട്രയിലെ ബുലന്ദ ജില്ലയിലെ ലോണയിൽ സ്ഥിതി ചെയ്യുന്ന ലവണ തടാകമാണ് ലോണാർ ക്രൈറ്റർ തടാകം എന്ന് പറയുന്നത്. അതേപോലെ ഉത്ഖനനത്തിന്റെ ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകമാണ് ലോണാർ മഹാരാഷ്ട്ര. ഓക്കെ, അപ്പോൾ ഉത്ഖനനത്തിന്റെ ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകമാണ് ലോണാർ മഹാരാഷ്ട്ര എന്നുള്ളതും ഓർത്തു വയ്ക്കുക. എപ്പോഴും ചോദിക്കുന്ന ബേസ് ലെവലിലുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് നൈനിറ്റാൾ ആണ്. ഇന്ത്യയുടെ തടാക ജില്ല നൈനിറ്റാൾ. ഇന്ത്യയുടെ തടാക നഗരം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉദയ്പൂർ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യയുടെ തടാക ജില്ല നൈനിറ്റാൾ ആണ്. ഇന്ത്യയുടെ തടാക നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂരാണ്. കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്, എപ്പോഴും മാറിപ്പോവും. അപ്പോൾ തടാകത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ എന്താണ് തടാക ജില്ലയാണ് നൈനിറ്റാൾ, ഇന്ത്യയുടെ തടാക നഗരം ഉദയ്പൂരാണ്. അപ്പോൾ എന്താണ് തടാക ജില്ല, അതായത് തടാകത്തിൽ നൈറ്റ് ഇട്ട് പോയി എന്നോർത്താൽ മതി. ഓക്കെ, തടാകത്തിൽ നൈറ്റ് ഇട്ടാണ് പോയത് എന്നോർത്താൽ മതി. അപ്പോൾ തടാക ജില്ല നൈനിറ്റാലാണ്. അതേപോലെ തന്നെ തടാക നഗരം ഉദയ്പൂരാണ്. ഓക്കെ, അടുത്തതാണ് നമുക്ക് നോക്കേണ്ടത് ബസാൾട്ട് ശിലയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഒരേ ഒരു ഉപ്പു തടാകമാണ് ലോണാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബസാൾട്ട് ശിലയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഒരേ ഒരു ഉപ്പു തടാകമാണ് ലോണാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൻവർ തടാകമാണ്. ബീഹാറിലുള്ള കൻവർ തടാകം. ഓക്കെ, ഗണ്ഡകി നദി വളഞ്ഞൊഴുകി രൂപപ്പെട്ട തടാകമാണ് കൻവർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ. ഇതിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് റിഹാന്ത് ഡാം എന്ന് പറയുന്നത്. ഒത്തിരി തവണ ചോദിച്ചാണ് കേട്ടോ, റിഹാന്ത് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന റിഹാന്ത് അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശ് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി ഫക്ര ഡാമിൽ സ്ഥിതി ചെയ്യുന്ന കൃത്രിമ തടാകമാണ് ഗോവിന്ദ് സാഗർ. ഹിമാചൽ പ്രദേശിൽ ഫക്ര ഡാമിൽ സ്ഥിതി ചെയ്യുന്ന കൃത്രിമ തടാകമാണ് ഗോവിന്ദ് സാഗർ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് നാഗാർജുന സാഗർ. ഓക്കെ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് നാഗാർജുന സാഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മനുഷ്യനിർമ്മിത തടാകമാണ് ദേബാർ തടാകം, രാജസ്ഥാൻ. നൈന, ദിയോപത, അയാർപത എന്നീ ഹിമാലയൻ മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് നൈനിറ്റാൾ തടാകം.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകം ചോദിച്ചു കഴിഞ്ഞാൽ അത് നൽ സരോവറാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകമാണ് നൽ സരോവർ തടാകം എന്ന് പറയുന്നത്. നൽ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിലെ പ്രശസ്തമായ ബ്രഹ്മാവ് ക്ഷേത്രമായ ജഗത്പീഠ ബ്രഹ്മ മന്ദിർ ക്ഷേത്രത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചു കഴിഞ്ഞാൽ അത് പുഷ്കർ തടാകമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. ഓക്കെ, പുഷ്കർ തടാകം രാജസ്ഥാൻ. പൂർവ്വതീരത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ ലവണ തടാകമാണ് പുലിക്കെട്ട് തടാകം. പുലിക്കെട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടത്തുന്ന തടാകമാണ് പുലിക്കെട്ട് തടാകം എന്ന് പറയുന്നത്. പുലിക്കെട്ട് തടാകത്തെയും ബംഗാൾ ഉൾക്കടലിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ശ്രീഹരിക്കോട്ട ദ്വീപ്. അപ്പോൾ പുലിക്കെട്ട് തടാകത്തെയും ബംഗാൾ ഉൾക്കടലിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ശ്രീഹരിക്കോട്ട ദ്വീപ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. നക്കി തടാകം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാന്ന് ചോദിച്ചാൽ ആരവല്ലിയാണ്. നക്കി തടാകം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലി. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും തമ്മിൽ വേർതിരിക്കുന്ന തടാകം ചോദിച്ചാൽ അത് ഹുസൈൻ സാഗർ തടാകമാണ്. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും തമ്മിൽ വേർതിരിക്കുന്ന തടാകമാണ് ഹുസൈൻ സാഗർ തടാകം. എന്താണ്? ഹുസൈൻ സാഗർ തടാകം. ഹുസൈൻ സാഗർ തടാകത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രതിമ ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് ശ്രീബുദ്ധന്റെയാണ്. അപ്പോൾ ഹുസൈൻ സാഗർ തടാകം എന്ന് പറയുന്നത് ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും തമ്മിൽ വേർതിരിക്കുന്ന തടാകമാണ് ഹുസൈൻ സാഗർ തടാകം. ഇതിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രതിമയാണ് ശ്രീബുദ്ധന്റെ. ഹുസൈൻ സാഗർ തടാകത്തിലേക്ക് വെള്ളം എത്തിക്കുന്നത് മുസി നദിയിൽ നിന്നാണ് ഇതിലേക്ക് വെള്ളം എത്തിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് ട്രീറ്റ്മെന്റ് വെറ്റ്ലാൻഡ് നിലവിൽ വന്നത് നെക്നാംപൂർ ലേക്കിനാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വലിയ ഫ്ലോട്ടിംഗ് ട്രീറ്റ്മെന്റ് വെറ്റ്ലാൻഡ് നിലവിൽ വന്നത് നെക്നാംപൂർ ലേക്കിലാണ്. സ്കെൽട്ടൺ ലേക്ക് എന്നറിയപ്പെടുന്ന തടാകമാണ് രൂപ്കുണ്ട്. ഓക്കെ, രൂപ്കുണ്ടാണ് സ്കെൽട്ടൺ ലേക്ക് എന്നറിയപ്പെടുന്ന തടാകമാണ് രൂപ്കുണ്ട്. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. കേരാദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ഡുംബൂർ തടാകം, ത്രിപുര. മെൻമെക്കോ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് സിക്കിം എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ മെൻമെക്കോ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് സിക്കിം. കേരാദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡുംബൂർ തടാകമാണ്, ത്രിപുര. സ്കെൽട്ടൺ ലേക്ക് എന്നറിയപ്പെടുന്ന തടാകം രൂപ്കുണ്ട് തടാകമാണ്. സ്കെൽട്ടൺ ലേക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡിലാണ് സ്കെൽട്ടൺ ലേക്ക് അല്ലെങ്കിൽ രൂപ്കുണ്ട് തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് ട്രീറ്റ്മെന്റ് വെറ്റ്ലാൻഡ് നിലവിൽ വന്നത് നെക്നാംപൂർ ലേക്കാണ്. നെക്നാംപൂർ ലേക്ക് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഹുസൈൻ സാഗറിനെയും അതേപോലെ തന്നെ സെക്കന്ദരാബാദിനെയും അതേപോലെ തന്നെ ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും തമ്മിൽ വേർതിരിക്കുന്ന തടാകമാണ് ഹുസൈൻ സാഗർ തടാകം. ഒത്തിരി തവണ ചോദിച്ച ചോദ്യ ഈ ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും തമ്മിൽ വേർതിരിക്കുന്ന തടാകം ഏതാന്നുള്ളത് അത് ഹുസൈൻ സാഗർ തടാകമാണ്. നക്കി എന്ന് പറയുന്ന തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? ആരവല്ലിയിലാണ്. ഓക്കെ, അപ്പോൾ ആരവല്ലി നക്കി. ഓക്കെ, ആരവല്ലി നക്കിയാണെന്ന് ഓർത്താൽ മതി. ആരവല്ലി നക്കി തടാകം. ഓക്കെ, പുലിക്കെട്ട് തടാകത്തെയും ബംഗാൾ ഉൾക്കടലെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ശ്രീഹരിക്കോട്ട ദ്വീപ്. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്ന തടാകം അത് പുലിക്കെട്ട് തടാകമാണ്. അപ്പോൾ പുലിക്കെട്ട് തടാകം ഇപ്പം നിലവിൽ ഫ്ലെമിംഗോ ഫെസ്റ്റിവലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വേണമെങ്കിൽ ചോദിക്കാം ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടത്തുന്ന തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അത് പുലിക്കെട്ട് തടാകമാണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു നൽ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്ന തടാകമാണ് നൽ സരോവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം നാഗാർജുന സാഗർ ആണെന്നുള്ളതും ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ മനുഷ്യനിർമ്മിത തടാകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ദേബാർ തടാകം രാജസ്ഥാനാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകമാണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ. ഇതിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് റിഹാന്ത് ഡാം സ്ഥിതി ചെയ്യുന്നു. അത് ഉത്തർപ്രദേശിലാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകമാണ് കൻവർ തടാകം, ബീഹാർ. ബസാൾട്ട് ശിലയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലോണാർ തടാകമാണ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യയുടെ തടാക ജില്ല നൈനിറ്റാളാണ്. ഇന്ത്യയുടെ തടാക നഗരം എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉദയ്പൂരാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പഠിക്കാനുള്ളൂ. ഇത്രയും ചോദ്യങ്ങൾ മാത്രമേ PSC എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നതുള്ളൂ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏതൊക്കെയാണ്
നമ്മുടെ ഈ പറയുന്ന ഇത്രയും നേരം പഠിച്ചതിൻ്റെ അകത്ത് വന്നേക്കണം ഏറ്റവും പ്രധാനപ്പെട്ട തടാകങ്ങളും അവ ഏതൊക്കെ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നോക്കാം. ദാൽ, വൂളാർ, നാഗിൻ, മാനസാബെൽ, ശേഷ്നാഗ്. ഇത് ജമ്മു കാശ്മീരിലാണ്. ദാൽ, വൂളാർ, നാഗിൻ, മാനസാബെൽ. ഓക്കെ, ശേഷ്നാഗ്. ഇനി അത്രയും ജമ്മു ആൻഡ് കാശ്മീരിലാണ്. അടുത്തത് ഫിംതാൽ, നൈനിറ്റാൽ, രൂപ്കുണ്ട്, സാറ്റ്താൽ. ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിലാണ്. അടുത്തത് ചന്ദ്രതാൽ, രേണുക, സൂരജ് താൽ, ഹിമാചൽ പ്രദേശ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ലോക്താക്ക് മണിപ്പൂരാണ്. ലോക്താക്ക് മണിപ്പൂർ. ഉമിയം തടാകം സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. ഡുംബൂർ തടാകമാണ് ത്രിപുര. പാലക്ദില്ലും അതേപോലെ തന്നെ താംഡിൽ തടാകം, ചിലത് തന്തിൽ തടാകം എന്ന് പറയും, അത് മിസോറാമാണ്. ബത്കൽ ബ്രഹ്മസരോവർ എവിടെയാണെന്ന് ചോദിച്ചാൽ ഹരിയാന. ചിൽക്ക അൻഷുബ തടാകം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണുള്ളത്, ഓർത്തു വയ്ക്കുക. അടുത്തത് ഫോജ്തൻ, അത് അപ്പർ ലേക്ക് മധ്യപ്രദേശ്. സാമ്പാർ, ദേബാർ, പുഷ്കർ എവിടെയാണ്? രാജസ്ഥാനാണ്. സാമ്പാർ ഏറ്റവും ലവണത്വം കൂടിയത്. അപ്പോൾ സാമ്പാർ, ദേബാർ, പുഷ്കർ രാജസ്ഥാൻ. ചോലാമു അതേപോലെ തന്നെ ഗുരുദേശംഗർ എന്ന് പറയുന്നത് സിക്കിമിലാണ്. നൽസരോവർ, നാരായൺ സരോവർ ഗുജറാത്ത്. ലോണാർ, ശിവാജി സാഗർ മഹാരാഷ്ട്ര. കൻവർ തടാകം ബീഹാറാണ്. ഹുസൈൻ സാഗർ, ഒസ്മാൻ സാഗർ, നിസാം സാഗർ. അപ്പോൾ സാഗർ എല്ലാം എവിടെയാ? തെലങ്കാനയാണ്. തെലങ്കാന, ഹുസൈൻ സാഗർ, ഒസ്മാൻ സാഗർ, നിസാം സാഗർ. കൊല്ലേരു ആന്ധ്രാപ്രദേശ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ലാൽബാഗ്, കുക്കറഹള്ളി കർണാടക. രബീന്ദ്ര സരോവർ അതെവിടെയാണെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ രബീന്ദ്ര സരോവർ എവിടെയാണ്? പശ്ചിമ ബംഗാളാണ് രബീന്ദ്ര സരോവർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിലവിൽ നമുക്ക് പഠിക്കാനുള്ള തടാകങ്ങളെ കുറിച്ചുള്ള കാര്യത്തിൽ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഒരു മാർക്കിനുള്ള ചോദ്യമൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരാറുള്ളൂ. അപ്പോൾ അതിനുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ അകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 1-2 തവണ ക്ലാസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ക്ലാസ്സും അതേപോലെ തന്നെ ഈ പറയുന്ന സെക്കൻഡറി ടെസ്റ്റിൻ്റെ ക്ലാസ്സും ഇപ്പോൾ നിലവിൽ റണ്ണിങ് ആണ്. അതേപോലെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റിവിഷൻസ്, PDF നോട്ട്, അതേപോലെ ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്ത് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബാച്ചിൽ വരുന്നത്. നന്നായിട്ട് പഠിക്കാനായിട്ടും അതേപോലെ തന്നെ നന്നായിട്ട് റിവിഷൻ ചെയ്യാനായിട്ടും ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ക്ലാസ്സുകളും അതേപോലെ തന്നെ ടെലഗ്രാം ചാനലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് നമ്മുടെ ചാനൽ അതേപോലെ തന്നെ വീഡിയോസും ഒന്ന് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകൾ തന്നെയാണ്. വരുന്ന എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്കും യൂസ്ഫുൾ ആണ് ഈ ഒരു ക്ലാസ്സുകൾ എല്ലാം തന്നെ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്. അരുൺ കൊമ്പനാടൻ. താങ്ക് യു.